ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ രീതിയിൽ ഉണക്കച്ചെമ്മീൻ, പച്ചമാങ്ങ, മുരിങ്ങക്കായ ഇവ കൊണ്ട് രുചികരമായി വളരെ എളുപ്പത്തിൽ ഒരു കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഇതുപോലൊരു കോമ്പിനേഷൻ വേറെയില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഒരു കടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കാതെ ഇത് നന്നായി നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 4 വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരം നന്നായി ഫൈനായിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. പച്ചമണം മാറുന്നതുവരെ നമ്മൾ ഇത് നന്നായി വഴറ്റിയെടുക്കാം. എല്ലാം കൂടി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ചെമ്മീൻ ക്ലീൻ ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 മുരിങ്ങക്കായ് ചെറുതായി കട്ട് ചെയ്തതും അത്യാവശ്യം പുളിയുള്ള ഒരു മാങ്ങയും ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് ഒരു 7-8 മിനിറ്റ് നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് 2 മിനിറ്റും കൂടി നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. അവസാനം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി ഫൈനൽ സ്റ്റേജിലായി. ഇനി നമുക്ക് താളിപ്പ് ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, ഒരു 5-6 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ഉലുവ, 3 ഉണക്കമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ ചെമ്മീൻ കറി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ചൂടോടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാം തരം ഒരു കറിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നമസ്കാരം.